ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പം നെറ്റ് ഇന്ന് ക്ലോസിംഗ് എല്ലാം കഴിഞ്ഞു, മാർക്കറ്റ് ക്ലോസിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു സ്റ്റോക്കിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനത് ഹ്യൂജ് പൊട്ടൻഷ്യൽ കാണുന്നത്, ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരു സ്റ്റോക്കാണ്. കമ്പനിയുടെ പേര് ബസാർ സ്റ്റൈൽ റീറ്റെയിൽ എന്നാണ്, സ്റ്റൈൽ ബസാർ എന്ന് പറയും. അപ്പം കേരളത്തിലുള്ളവർക്ക് ഇതിനെപ്പറ്റി അധികം ധാരണയില്ലെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് റിലയൻസിൻ്റെ തന്നെ പല മാക്സ്, ട്രെൻഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഉള്ള ഒരു കമ്പനിയാണ് സ്റ്റൈൽ ബസാർ. ഏറ്റവും കൂടുതൽ അവരുടെ വരുമാനം വരുന്നത് തുണിത്തരങ്ങളിൽ നിന്നാണ്. തുണിത്തരങ്ങളുടെ വിൽപ്പന. നമ്മുടെ ട്രെൻഡ് പോലെ മാക്സ് പോലെയൊക്കെ ഉള്ള ഒരു ഷോറൂമാണ് നമ്മുടെ സ്റ്റൈൽ ബസാർ എന്ന് പറഞ്ഞ കമ്പനി, അല്ലെങ്കിൽ ബസാർ സ്റ്റൈൽ എന്ന് പറയും. അപ്പം ഈ കമ്പനി എനിക്ക് ഭയങ്കര ഹ്യൂജ് പൊട്ടൻഷ്യലായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കമ്പനിയെക്കുറിച്ച് നിങ്ങളെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാനും ഡിസ്കസ് ചെയ്യാനും നിങ്ങളുടെ സ്റ്റഡി പർപ്പസിൽ ഈ കമ്പനി കൂടെ ഉൾപ്പെടുത്തണമെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ കമ്പനി നോക്കുകയാണെങ്കിൽ 2013 ഇൻകോപ്പറേറ്റ് ചെയ്ത കമ്പനിയാണ്. ഫാഷൻ റീറ്റെയിലറാണ്. ഇതിൻ്റെ ബേസ് വന്നിട്ട് വെസ്റ്റ് ബംഗാളിലും ഒഡീഷയിലുമാണ്. ഏറ്റവും കൂടുതൽ സ്റ്റോറുകൾ ഇവർക്കുള്ളത് വെസ്റ്റ് ബംഗാളിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കിപ്പോൾ ഈ കമ്പനിയെ പറ്റി അറിയണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, നമുക്ക് ഈ കമ്പനിയുടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം നമുക്ക് എപ്പോഴും പോകുന്ന പോലെ തന്നെ ചാർട്ടിലേക്ക് പോകാം. സോ വീഡിയോയിലേക്ക് മുൻപോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. വളരെ ആക്റ്റീവായിട്ട് നല്ല നല്ല സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്സ് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ എപ്പോഴും ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സ്റ്റഡീസിന് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പം ഇതുവരെ ചേരാത്തവർ ഉടനെ തന്നെ അത് ജോയിൻ ചെയ്യുക. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, മറക്കാതെ തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മിസ്സായിരിക്കും. ഓക്കെ, അപ്പോൾ കീ പോയിൻറ്റ്സ്. അപ്പോൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ ബിസിനസ്സിനെ പറ്റി ഞാൻ സംസാരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ അഫോർഡബിൾ ക്ലോത്തിങ് ആണ് ഈ കമ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര. അവർ ഉദ്ദേശിക്കുന്നതും ഈ പുതിയ തുണിത്തരങ്ങളിലെ ട്രെൻഡി ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ന്യൂജന് ഇഷ്ടപ്പെടുന്ന തുണിത്തരങ്ങൾ വളരെ വിലക്കുറവിൽ അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിൽ യുവാക്കളിലും യുവതികളിലും എത്തിക്കുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു മോട്ടീവ്. അതുകൊണ്ടാണ് ഈ കമ്പനി വെസ്റ്റ് ബംഗാളിലും അതായത് ഒഡീഷയിലൊക്കെ നല്ല രീതിയിൽ വ്യാപിച്ചു വരുന്നത്. അവർ പുതിയ പുതിയ സ്റ്റോറുകൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്, ഓപ്പണാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ നമുക്ക് നോക്കാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും വസ്ത്രങ്ങളാണ്. എത്നിക് വെയേഴ്സ്, ബോട്ടം വെയേഴ്സ്, നൈറ്റ് വെയേഴ്സ്, അല്ലാതെ അവർക്ക് പിന്നെ ഹോം ഡിക്കേഴ്സ് ഉണ്ട്, പിന്നെ വേറെ അക്സസറീസ് ഉണ്ട്. അല്ലാതെ തന്നെ വിമൻസിൻ്റെ ഫാഷൻ, കയ്യിലിടുന്ന റിബൺ, ബാൻഡ്, അങ്ങനെ പറയുന്ന തലയിൽ വെക്കുന്ന അക്സസറീസ്, അങ്ങനെ കുട്ടികൾക്കും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാം വേണ്ടിയിട്ടുള്ള ഫാഷൻ അക്സസറീസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ജനറൽ മെർച്ചൻറ്റൈസ് ഇഷ്ടം പോലെ ഉണ്ട് അവരുടെ കയ്യിൽ. ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് ഉണ്ട്, ഹോം ഫർണിഷിങ്ങിനും കിച്ചണിനും വേണ്ടിയിട്ടുള്ള അപ്ലയൻസസ്, ബാഗ്സ്, ട്രാവൽ അക്സസറീസ്, ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സ്, ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ഒരു പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോയുടെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ഫുട്വെയർ ഉണ്ട്. ഇപ്പം ഇത് അങ്ങനെ അതായത് നമുക്കൊരു ഫാഷൻ ബന്ധപ്പെട്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഇവരുടെ സ്റ്റോറിൽ നിന്നുള്ള വിൽപ്പനയ്ക്ക് പുറത്ത് പോകുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ്ലി എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെയും ഒഡീഷയിലെയും 3.03 to 2.22 റേറ്റ് മാർക്കറ്റ് ഷെയർ, ഇതേപോലത്തെ ഉള്ള ഓർഗനൈസ്ഡ് വാല്യൂ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഷെയർ ബസാർ വാല്യൂവിന് ഇപ്പം നിലവിലുണ്ട്. ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീറ്റെയിലിംഗ് ഗ്രൂപ്പാണ് വെസ്റ്റ് ബംഗാളിലും. ഇതിൽ ഓരോ ആഴ്ചയിലൊക്കെ ഞാൻ കേൾക്കും, ഓരോ മാസത്തിലും ബസാർ സ്റ്റൈലിൻ്റെ സ്റ്റോറുകൾ അവിടെ തുറന്നു ഇവിടെ തുറന്നു എന്നൊക്കെയുള്ള ഓരോ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാറുണ്ട്. ഞാൻ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും വീഡിയോ ചെയ്യണമെന്ന്. ഇപ്പോഴാണ് ഒന്ന് കറക്റ്റ് സമയമായത്. ഇപ്പോൾ ഈസ്റ്റേൺ ഇന്ത്യയിലാണ് ഇവർ ഏറ്റവും കൂടുതൽ ഫുട് പ്രിൻറ്റ്സ് ഉള്ളത് നമ്മൾ പറഞ്ഞു. മോസ്റ്റ്ലി 199 സ്റ്റോർസ് ഇപ്പം മോസ്റ്റ്ലി ഉണ്ട്. 17.89 ലാക്ക് സ്ക്വയർ ഫീറ്റ് സ്പേസ് അവരുടെ കയ്യിലുണ്ട്. 170 സിറ്റീസിലും 9 സ്റ്റേറ്റിലായിട്ട് ഇങ്ങനെ പുതിയ പുതിയ സ്റ്റോറുകൾ ഇവർ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ നമ്മുടെ സ്റ്റോർ ഡിസ്ട്രിബ്യൂഷൻ എവിടെയൊക്കെയാണെന്ന് കാണുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിലാണ് ഏറ്റവും മാക്സിമം ഉള്ളത്, 72. പിന്നെ ഉത്തർപ്രദേശിലും ബീഹാറിലുണ്ട് 23 സ്റ്റോർ, ത്രിപുരയിൽ 2 സ്റ്റോറുണ്ട്, ഒഡീഷയിൽ 33 സ്റ്റോറുണ്ട്, ആന്ധ്രാപ്രദേശിൽ 5 സ്റ്റോറുണ്ട്, ജാർഖണ്ഡിൽ 13 സ്റ്റോറുണ്ട്. അപ്പോൾ അവർക്ക് കേരളത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു തുണിത്തരങ്ങൾ ഈ ഒരു നല്ലൊരു റേഞ്ചിൽ കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ബിസിനസ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് ഇതിൽ ഗ്രോത്ത് ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ തുണിത്തരങ്ങൾ, അങ്ങനത്തെ ബിസിനസ്, ഫാഷൻ അക്സസറീസ് ബിസിനസ്സിനെല്ലാം വളരെ നല്ല രീതിയിലുള്ള മുൻപോട്ട് പോകാനുള്ള ഒരു അവസരം ഇനിയുള്ള കാലത്തുണ്ട് എന്നുള്ളതാണ് ഇവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ഇവരുടെ റവന്യൂ വരുമാനത്തിൻ്റെ പ്രധാന സ്രോതസ്സാണ് മെൻസ് എന്ന് പറയുന്നത്. 42% ഇവരുടെ വരുമാനം വരുന്നത് അപ്പാരൽസ്, ഈ മെൻസ് അപ്പാരൽസ് വഴിയാണ്. വുമൻസിൻ്റെ 29 ആണ്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ മനസ്സിലാക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവരുടെ ബിസിനസ്സിൻ്റെ ജിയോഗ്രഫിക്കൽ ബിഫർക്കേഷനും കൂടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് മാക്സിമം റവന്യൂ വരുന്നത്. ആ കാര്യം ഏറ്റവും കൂടുതൽ സ്റ്റോറുകൾ അവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ ആസാം, ഒഡീഷ, ബീഹാറിൽ നിന്നൊക്കെയുള്ള 10%, 16%, 11% അങ്ങനെയാണ് അവർക്ക് വരുമാനം വരുന്നത്.
ദ കമ്പനി ഈസ് ഫോക്കസ്ഡ് ഓൺ ഡിപ്പെൻഡിങ് ഓൺ പെനിട്രേഷൻ ഇൻ കോർ മാർക്കറ്റ് വൈസ് വൈൽ ഫോമിംഗ് ന്യൂ ക്ലസ്റ്റേഴ്സ് ഇൻ ഫോക്കസ് മാർക്കറ്റ്സ്. അതായത് പുതിയ സ്ഥലങ്ങളിലേക്ക് ഇവർ പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കോർ മാർക്കറ്റ് എന്ന് വെസ്റ്റ് ബംഗാളായിട്ട് കീപ്പ് ചെയ്തതിന് ശേഷം പുതിയ സിറ്റീസിലേക്ക്, പുതിയ സ്റ്റേറ്റ്സിലേക്ക് അവർ കടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ആന്ധ്രാപ്രദേശിലൊക്കെ ഇപ്പം സ്റ്റോർസ് ഇട്ട് തുടങ്ങിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ 2026 അവർ ഗ്രോത്തിന് വേണ്ടിയിട്ട് 60 തൊട്ട് 65 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. 40 തൊട്ട് 50 സ്റ്റോറുകൾ പുതിയതായിട്ട് തുടക്കാനും ഓരോ സ്റ്റോറിനും 1 to 1.25 ക്രോർസാണ് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കണക്കാക്കുന്നത്. അങ്ങനെ അവർ പുതിയ സ്റ്റോറുകൾ 40 തൊട്ട് 50 എണ്ണം തുടങ്ങാനായിട്ട് അവർ മോസ്റ്റ്ലി 60-65 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ 15 തൊട്ട് 20 ക്രോർ പെർ ഈസ് ഇയർ മാർക്ക്ഡ് ഫോർ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ്സ്. അതായത് 15 തൊട്ട് 20 കോടി രൂപ ടെക്നോളജി, അതായത് പുതിയ ടെക്നോളജികൾ അവരുടെ സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ട് ഡെവലപ്പ് ചെയ്യാനും അവർ നോക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. പിന്നെ നമുക്ക് നോക്കേണ്ടത് ക്വാർട്ടേഴ്സും പ്രോഫിറ്റ് ആൻഡ് ലോസും ആണ്. ക്വാർട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ജൂൺ 2025 അവിടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 377 കോടിയാണ്. അത് മാർച്ച് 2025 345 കോടിയായിരുന്നു. സോ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെങ്കിൽ ബെറ്റർ സെയിൽസ് അവർ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് നോക്കുകയാണെങ്കിൽ 319 കോടിയാണ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 58 കോടിയാണ് ക്വാർട്ടർലി വന്നേക്കുന്നത്. അതും നല്ലൊരു ഫിഗറാണ്, സാമാന്യം നല്ലൊരു ഫിഗറാണ്. ആൻഡ് അടുത്ത് നമുക്ക് നോക്കേണ്ടത് വല്ല പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സെയിൽസ് 2024 973 ക്രോർസ് ആണെങ്കിൽ 2025 ആയപ്പോഴത്തേക്കും 1344 കോടിയായി. നല്ലൊരു മാറ്റമല്ലേ വന്നിരിക്കുന്നത്. അതിൻ്റെ ഓരോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 190 ക്രോർസ് ആണ് 2025 വന്നിരിക്കുന്നത്. സോ ആൻഡ് നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 15 കോടിയും വന്നിട്ടുണ്ട്. സോ ഓൾമോസ്റ്റ് എല്ലാം നോക്കുമ്പോഴത്തേക്കും ഇവിടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും അവിടെ ക്വാർട്ടർലി റിസൾട്ടിലും കാണുന്നുണ്ട്. സോ ആൻഡ് ഇതെൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമാണ്. ഇത് ഒരു സജഷൻ അല്ല. നിങ്ങൾക്ക് പഠിക്കാം, നിങ്ങൾക്കിത് വേണ്ടാന്ന് വയ്ക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം കാണാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്. എൻ്റെയും പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ കമ്പനി പഠിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ബാഡായിട്ട് തോന്നുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അനാലിസിസിൽ എന്തെങ്കിലും ക്യാഷ് ഫ്ലോയുടെ കാര്യത്തിലോ ബാലൻസ് ഷീറ്റിൻ്റെ കാര്യത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. അതേപോലെ നമുക്ക് എല്ലാവർക്കും പേഴ്സണൽ പെർസ്പെക്റ്റീവ് അല്ലേ. ഇപ്പം ഞാൻ ഓരോരുത്തർക്കും ഓരോ സ്റ്റോക്കിനെ കുറിച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ കാണും. അതുകൊണ്ടാണല്ലോ മാർക്കറ്റിൽ ബൈയും സെല്ലും എല്ലാം ഒരേ സമയം നടക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിൻ്റെ ചാർട്ടും കൂടെ നോക്കിയതിന് ശേഷം തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ബസാർ സ്റ്റൈലിൻ്റെ ചാർട്ട്, ടെക്നിക്കൽ ചാർട്ടിലേക്ക് പോവാം. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അറിയാം, ഞാനിത് ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് എല്ലായിടത്തും പറയുന്നുണ്ട്. കാര്യം ഞാനിതിൽ ഈ ഒരു സ്ട്രക്ചർ, ഈ IPO സ്റ്റോക്കിൻ്റെ സ്ട്രക്ചർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോക്ക് ഒന്ന് വാച്ച് ചെയ്യാൻ എന്ന് പറഞ്ഞത്. ഒരു നല്ലൊരു മൊമെൻറ്റത്തിന് ഫ്യൂച്ചറിൽ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ഇന്ന് ക്ലോസ് ചെയ്ത് 323.35 റേഞ്ചിലാണ്. സ്റ്റോക്കിൻ്റെ ഒരു ഇൻറ്റൻഷൻ എനിക്ക് ഇതിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്കിൽ ശ്രമിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനാണ്. ഏതാണ് 330 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള ഇൻറ്റൻഷനാണ് സ്റ്റോക്കിന് കഴിഞ്ഞ ഒരു മാസമായിട്ടുള്ളത്. അപ്പോൾ ഇന്നും ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. ഇന്നൊരു ബൈയിങ് പ്രഷർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്, ബട്ട് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. ബട്ട് ഇത് 2-3 ദിവസത്തെ, അതായത് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ ഇന്ന് സാമാന്യം നല്ല രീതിയിലുള്ളൊരു വോളിയം മാർക്കറ്റിൽ ഇതിൽ എൻ്റർ ആയിട്ടുണ്ട്. സോ എപ്പോൾ വേണമെങ്കിൽ ഒരു 330 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്യാം. 330 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ക്വിക്കായിട്ട് എൻ്റെ ഒരു 360 പോകുന്നതാണ് എൻ്റെ ഒരു സ്റ്റഡീസ് പ്രകാരം എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിക്കാം. ആൻഡ് ഇത് ഏതൊരു റേഞ്ചിന് ശേഷമായിരിക്കും ഈ സ്റ്റോക്ക് വീക്ക് ആവുക എന്ന് ഞാൻ പറഞ്ഞാൽ, മെയിൻലി ഞാൻ പറയുകയാണെങ്കിൽ 250 ഇതായിരിക്കണം ഒരു സപ്പോർട്ട് റേഞ്ചായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത് ഇനി കുറച്ചധികം കാലത്തേക്ക്. അപ്പോൾ ഒരു 250 എന്നുള്ള റേഞ്ചിന് ബ്രേക്ക് ചെയ്ത് താഴെ വന്നാൽ മാത്രമേ ഈ സ്റ്റോക്കിന് വീക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ടെക്നിക്കലി എനിക്ക് ബുള്ളിഷാണ് ഞാൻ ഈ സ്റ്റോക്കിൽ. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ഇതൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഞാനിത് എൻട്രി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ, ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ എൻട്രി ഡീറ്റെയിൽസ് എല്ലാം ഇടുന്നതായിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പിൻ ചെയ്ത കമൻറ്റ് നോക്കിയാൽ മതി. അവിടെ ഉണ്ട്, നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യാവുന്നതാണ് എത്രയും പെട്ടെന്നായിട്ട്. സോ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഇതിൽ നല്ലൊരു മൂവ്മെൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ ചെയ്തത്. മാക്സിമം ആളുകൾ ഇതൊന്ന് ഈ സ്റ്റോക്കിനെ കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ വേറൊരു കമ്പനിയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.